Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Adobe Photoshopൻ്റെ ചില ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടൂൾസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോസ് പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വേർഷൻ ആയിട്ടുള്ള CC 2020 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഫയലുകൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് കൊടുക്കുക. നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ റീസെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ വരും. ഓക്കെ, ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ ഇവിടെ ഒരുപാട് ഫോട്ടോസിൻ്റെ ഡീഫാൾട്ട് സൈസുകളുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും സൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ സൈസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജിലോട്ട് ഡോക്യുമെൻ്റ് കൺവേർട്ട് ആകും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പ്രിൻറ്റിൽ നമുക്ക് ലെറ്റർ, അതുപോലെ തന്നെ A4, A6, A5 അങ്ങനെ ഒരുപാട് പേജുകൾ ഇവിടെ സെയിം നമുക്ക് ഏത് ആണോ വേണ്ടത്, A4 വേണമെന്നെങ്കിൽ A4 സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ, വെബ്, മൊബൈൽ ടെംപ്ലേറ്റ്സുകൾ, അതുപോലെ തന്നെ ഫിലിം ആൻഡ് വീഡിയോ. അപ്പോൾ നമുക്ക് ഏതൊരു ടെംപ്ലേറ്റാണ് ആവശ്യം ആ ഒരു ടെംപ്ലേറ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റിലോട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് മാറും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് A4 ഡോക്യുമെൻ്റാണ്. ഞാനിവിടെ A4 സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് നേരെ ബാക്കിലോട്ട് പോകും. എനേബിൾ ചെയ്യണമെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പുതിയ ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഓരോ ടൂൾസും നമ്മളിവിടെ ജസ്റ്റ് മൗസ് പോയിൻ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ ഒരു ഡെമോ കാണിച്ചത്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് മൂവ് ടൂളാണ്. ഓക്കെ, നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റെക്ടാങ്കുലർ ടൂൾ, നമുക്ക് ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും ആ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ടൂൾസുകളും ഇവിടെ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ടൂൾസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ഡെമോ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ, നമുക്കിവിടെ കാണാൻ കഴിയും ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ബാക്കി ടൂൾസുകൾ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ടൂൾസുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഫയലിൽ പോവുക, ഓപ്പൺ കൊടുക്കുക. അതല്ലെങ്കിൽ Ctrl+O കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ടാണ്. ഞാനിവിടെ ഡൗൺലോഡ്സിൽ പോയി ഇവിടുന്ന് ഒരു ഇമേജ് പിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് പിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളെടുത്ത ഇമേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, Ctrl+- കൊടുത്തു കഴിഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടും. ഓക്കെ, ഞാനിവിടെ സൂം ഇൻ കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ മൂവ് ടൂൾ എടുത്തിട്ട് സ്പേസ് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഏതൊരു ഏരിയയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 3 ടൂളുകളുണ്ട്. ഒന്ന് ലാസർ ടൂൾ, അതുപോലെ തന്നെ പോളിഗൺ ടൂൾ, അതുപോലെ തന്നെ മാജിക് മാൻ ടൂൾ. ഈ 3 ടൂളുകൾ നമുക്ക് ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏത് ഏരിയ ആണോ വേണ്ടത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് പോളിഗൺ ടൂൾ, നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ എഡ്ജിലൂടെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമുക്കിവിടെ യൂസ് ആവുന്നത്. അടുത്ത ടൂൾ വരുന്നത് മാജിക് ലാസോ ടൂൾ. ഓക്കെ, ഈ മാജിക് ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു കളർ, ഇപ്പോൾ ഈ ബ്ലാക്കാണ്, ഈ ബ്ലാക്കിൻ്റെ എഡ്ജിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഏരിയ
മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടൂൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ മാജിക് മാൻ ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ എൻഡിലേക്ക് ഇങ്ങനെ ഏത് ഏരിയയിലൂടെയാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്ന ആ ഏരിയയിലൂടെ എഡ്ജിലൂടെ എല്ലാം ഈ ഒരു ടൂള് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാജിക് ടൂള്. നമ്മളിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മുമ്പായിരുന്നെങ്കിൽ നമ്മൾ പെൻ ടൂളൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടി വന്നിരുന്നു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇവിടെ ആദ്യം നമ്മൾ ഈ ഇമേജ് ലെയറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ഇത് ലെയറിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതല്ലെങ്കിൽ സെലക്ട് സബ്ജക്റ്റ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല എങ്കിൽ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഐക്കൺ അവിടെ എനേബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി എനേബിൾ ആണ്. ഞാനിത് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത് നോക്കാം. ഓക്കെ, ഇത് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും വളരെ ക്ലിയർ ആയിട്ട് കട്ടായി പോയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ അത് ആ ബ്ലാക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഭാഗം ഇവിടെ കട്ടായി പോയിട്ടുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ എഡ്ജുകളും നമുക്കിവിടെ കാണാൻ പറ്റും, വളരെ ക്ലീൻ ആയിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ എഡ്ജിൽ കൂടെ ബ്ലാക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഭാഗം കൂടെ കട്ടായി പോയത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇമേജ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് Ctrl+O പ്രസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വേറൊരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിൽ സെയിം നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇത് ലെയറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ വൃത്തിയായിട്ട് ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് സെലക്ട് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് വേറൊരു പേജിലോട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ടൈഗറിൻ്റെ ഈ ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് സബ്ജക്റ്റ്, ഈ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈഗറിനെ മാത്രം ഇത് സെലക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ Ctrl+C കൊടുത്തിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് പേജിലോട്ടാണോ അത് കൊണ്ടുപോകേണ്ടത് അവിടെ വന്നിട്ട് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ പേജിലോട്ട് പേസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ വേറൊരു ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സെലക്ട് ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ആവും. നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക.
അതിനുശേഷം പ്രോപ്പർട്ടീസിൽ വരിക, സ്ക്രോൾ ചെയ്യുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കൊരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗം റിമൂവ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് നമുക്ക് ഈ സെലക്ഷൻ ടൂൾ തന്നെ ഓൾറെഡി സെലക്ട് ആയിരിക്കും. ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്ലസ് വരും, അതുപോലെ തന്നെ ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആവും. ആ ഒരു ഏരിയ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് റിമൂവ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.